സർക്കിൾസിലെ പ്രൂവ് ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ്. പ്രൂവ് ദാറ്റ് ദി പാരലോഗ്രാം സർക്കംസ്ക്രൈബിങ്, ഇതൊരു പാരലോഗ്രാമാണ് ABCD. സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ ഈസ് എ റോംബസ്. ഇങ്ങനെ പാരലോഗ്രാം സർക്കംസ്ക്രൈബിങ് ചെയ്തിരിക്കുന്ന ഈ പാരലോഗ്രാം എന്ന് പറയുന്നത് സർക്കിളിനെ സർക്കംസ്ക്രൈബിങ് ചെയ്തിരിക്കുന്ന പാരലോഗ്രാം ഈസ് എ റോംബസ് എന്ന് പ്രൂവ് ചെയ്യുക. പാരലോഗ്രാം റോംബസ് ആവണമെങ്കിൽ 4 sides ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ ദെൻ ഇറ്റ് ഈസ് എ റോംബസ്. അങ്ങനെയാണല്ലോ. അത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതായതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഗിവൺ ABCD ഈസ് എ പാരലോഗ്രാം. ABCD ഈസ് എ പാരലോഗ്രാം. അത് ഗിവൺ അത് എഴുതാം. ഗിവൺ ABCD ഈസ് എ parallelogram. Therefore, we can say that AB equals CD and AD equals BC. Equation 1. AB equals CD and AD equals BC. Parallelogram and opposite side equal ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് അത് ഗിവൺ ആണത്, തന്നിട്ടുണ്ട്. അത് പ്രൂവ് ചെയ്യുന്നതാണ് ABCD ഈസ് എ റോംബസ്. ABCD ഈസ് എ റോംബസ്. ABCD റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൂഫ് എഴുതാം. പ്രൂഫ് എഴുതാം. ദി ടാൻജൻറ്റ് സെഗ്മെൻറ്റ്സ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ദി ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് are equal. Then therefore we can say that AP equals AS അല്ലേ? AP equals AS. പിന്നെ BP equals BQ അല്ലേ? BP equals BQ. പിന്നെ CR equals what? CR equals CQ. CR equals CQ. Then DR equals DS. DR equals DS അല്ലേ? ഈ ടാൻജൻറ്റ് ഈക്വലാണ്, ഈ 2 ടാൻജൻറ്റ് ഈക്വലാണ്, ഈ 2 ടാൻജൻസ് ആർ ഈക്വൽ, ഈ 2 ടാൻജൻസ് ആർ ഈക്വൽ. അങ്ങനെ നമ്മൾ എഴുതി. ഈ ഇക്വേഷൻസ് നമുക്കൊന്ന് ആഡ് ചെയ്യാം അല്ലേ? ആഡിങ് ദീസ് ഇക്വേഷൻസ് ഈ ഇക്വേഷൻസ് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ AP പ്ലസ് BP അല്ലേ? AP പ്ലസ് BP എഴുതാം. AP പ്ലസ് BP ഓക്കെ, പ്ലസ് CR പ്ലസ് DR. ഈ സൈഡ് ആഡ് ചെയ്യുകയാണ്. CR പ്ലസ് DR. അതുപോലെ ഈ സൈഡ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് AS പ്ലസ് BQ പ്ലസ് CQ പ്ലസ് DS. നമുക്കിങ്ങനെ ആഡ് ചെയ്യാം. AS പ്ലസ് AP പ്ലസ് BP പിന്നെ CR പ്ലസ് DR. ഇവിടെ AS പ്ലസ് BQ എന്ന് ആഡ് ചെയ്താൽ കിട്ടില്ല. AS പ്ലസ് DS എന്നാക്കാം. AS പ്ലസ് DS. AS അവിടെ AS പ്ലസ് DS ഇങ്ങനെ ആഡ് ചെയ്യണം, എന്നാലും ശരിയാവുള്ളൂ. അപ്പുറേ BQ പ്ലസ് CQ BQ ഇങ്ങനെ ആഡ് ചെയ്യണം, എന്നാലും കിട്ടുള്ളൂ. BQ പ്ലസ് CQ ഇങ്ങനെ ആഡ് ചെയ്യണം. BQ പ്ലസ് CQ ആഡ് ചെയ്തു. AS പ്ലസ് DS ആഡ് ചെയ്തു. എങ്ങനെയാണ് അത് കിട്ടുകയുള്ളൂ. AP പ്ലസ് BP ദാറ്റ് ഈസ് AB. ഇത് നമുക്ക് AB എന്ന് എഴുതാം. AP പ്ലസ് BP ഈക്വൽസ് AB പ്ലസ് CR പ്ലസ് DR ദാറ്റ് ഈസ് CD ഈക്വൽസ് AS പ്ലസ് DS ദാറ്റ് ഈസ് AD പ്ലസ് BQ പ്ലസ് CQ that is CB or BC. ഓക്കെ, അങ്ങനെ കിട്ടി.
അപ്പോൾ എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ അല്ലേ? ഇക്വേഷനുള്ള എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ ആണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 നോക്കുകയാണെങ്കിൽ എ ബിയും സി ഡി ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? എ ബി പ്ലസ് എ ബി എന്ന് എഴുതാം. അതുപോലെ എ ഡിയും ബി സിയും ഈക്വൽ അല്ലേ? എ ഡി ഈക്വൽസ് ബി സി. ദെൻ എ ഡി പ്ലസ് എ ഡി എന്ന് തന്നെ എഴുതാം. എ ബി പ്ലസ് എ ബി പ്ലസ് എ ബി 2AB ഈക്വൽസ് എ ഡി പ്ലസ് എ ഡി 2AD. 2 2 കട്ട് ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് എ ബി ഈക്വൽസ് എ ഡി. എ ബി ഈക്വൽസ് എ ഡി 2. ഇനി ഫ്രം 1 and 2. ഫ്രം 1 and 2. 1 എന്ന് പറയുന്നതാണ് 1. എ ബി ഈക്വൽസ് സി ഡി, എ ഡി ഈക്വൽസ് ബി സി. ഇവിടെയോ എ ബി ഈക്വൽസ് എ ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. എ ബി ഈക്വൽസ് എ ഡി, എ ബി ഈക്വൽസ് എ ഡി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? എ ബി ഈക്വൽസ് സി ഡി ആണ്, എ ബി ഈക്വൽസ് എ ബി ഈക്വൽസ് സി ഡി ആണ്, എ ഡി ഈക്വൽസ് ബി സി ആണ്. ഇവിടെ എ ബി ഈക്വൽസ് എ ഡി ആണ്. എ ബി ഈക്വൽസ് എ ഡി ആണെങ്കിൽ സി ഡി ഈക്വൽസ് ബി സി ആയിരിക്കുമല്ലോ. നമുക്ക് വി ക്യാൻ സേ ദാറ്റ് എ ബി ഈക്വൽസ് ബി സി ഈക്വൽസ് സി ഡി ഈക്വൽസ് എ ഡി. 4 സൈഡ്സ് ഈക്വൽ ആണ്. വൈ? എ ബി ഈക്വൽസ് എ ഡി നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതും ഈക്വൽ ആണ്. അപ്പോൾ ഇതും ഈക്വൽ ആയിരിക്കുമല്ലോ. ഓൾറെഡി ഇതും ഈക്വൽ ആണ്. അപ്പോൾ ഇത് എല്ലാം ഈക്വൽ ആണ്. എ ബി ഈക്വൽ സി ഡി ഈക്വൽസ് എ ഡി ഈക്വൽസ് ബി സി എന്ന് പറയാം. 4 സൈഡ് ഈക്വൽ ആകുമ്പോൾ നമുക്കെന്ന് പറയാം എ ബി സി ഡി ഇസ് എ റോംബസ് അല്ലേ? പാരലലോഗ്രാം എ ബി സി ഡി ഈസ് എ റോംബസ്. റോംബസ് എന്ന് പറയാം. നമ്മൾ പ്രൂവ് ചെയ്തു കണ്ടോ? ഈ പാരലോഗ്രാം എന്ന് പറയുന്നത് റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്തു. ടാൻജൻറ്റിൻ്റെ തിയറം വെച്ചിട്ടാണ്. എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ടുള്ള ടാൻജൻസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള ആ തിയറം വെച്ചുകൊണ്ടാണ് നമ്മളതെല്ലാം ചെയ്തത്. പാരലോഗ്രാമിൻ്റെ 2 സൈഡ്സ് ഈക്വലാണ്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഈക്വലായിട്ട് കിട്ടി. ഓക്കെ. ഇൻ ദി ഡയഗ്രാം O is the center of circle. O is center of circle and PA and PB are PA and PB are two tangents drawn from an external points to the circle. Show that the quadrilateral OAPB is cyclic quadrilateral ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം? നമുക്കിങ്ങനെ എഴുതാം. ദി ടാൻജൻറ്റ് at any point of a circle is perpendicular to the radius through the point of contact. But tangent at any point of the circle is perpendicular to the radius through the point. ഇപ്പോൾ റേഡിയസിൻ്റെ ഈ പോയിൻറ്റുമായിട്ടുള്ള ഈ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ ഒ എ പി ഈ ആംഗിൾ ഈക്വൽസ് 90 degree and angle OBP this is also 90 degree. Angle OAP plus angle OBP, what? 90 plus 90 equals 180. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 എന്ന് കിട്ടി. അപ്പോൾ സൈക്ലിക് അല്ലേ? വൈ? സം ഓഫ് എനി പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? if the sum of any pair of opposite angles any pair of opposite angles of a quadrilateral is 180, then the quadrilateral is cyclic. Then the
quadrilateral is cyclic. We can say that OAPB is cyclic. OAPB cyclic ആണെന്ന് നമുക്കങ്ങനെ പ്രൂവ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ ഡയഗ്രത്തിൽ O സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളുണ്ട്. PT ഒരു ടാൻജൻ്റ് ആണ്. OT റേഡിയസ് ആണ്. TM പെർപെൻഡിക്കുലർ OP. TM ഈസ് പെർപെൻഡിക്കുലർ ടു OP. TM OPക്ക് പെർപെൻഡിക്കുലർ ആണ്. TM പെർപെൻഡിക്കുലർ ടു OP. ഓക്കെ. പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ POT. ട്രയാങ്കിൾ POT കണ്ടോ? POT. ട്രയാങ്കിൾ POT ആൻഡ് ട്രയാങ്കിൾ PTM. ട്രയാങ്കിൾ PTM. എന്താണ് ട്രയാങ്കിൾ PTM? ട്രയാങ്കിൾ PTM. ട്രയാങ്കിൾ PTM ആൻഡ് ട്രയാങ്കിൾ POT ഹാവ് ദെയർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന്. ഈ ടു ട്രയാങ്കിൾസിൻ്റെയും ഈച്ച് ആംഗിളും ഈക്വൽ ആണ് എന്ന്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ എന്ത് പറയാം? ആംഗിൾ OTP. ആംഗിൾ OTP ഉണ്ടോ? OTP ഇൻ ട്രയാങ്കിൾ OTP അല്ലെങ്കിൽ POT. ട്രയാങ്കിൾ POT. ഇൻ ട്രയാങ്കിൾ POT ആംഗിൾ OTP ഈക്വൽസ് 90 ഡിഗ്രി. വൈ? ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ്. ഓക്കെ. ഇനി ഇൻ ട്രയാങ്കിൾ PTM. ട്രയാങ്കിൾ PTM TMP ആംഗിൾ TMP ഈക്വൽസ് 90 ഡിഗ്രി. വൈ? TM പെർപെൻഡിക്കുലർ ടു OP ഗിവൺ. അത് തന്നിട്ടുണ്ട് അങ്ങനെ ഗിവൺ. ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിളും ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓക്കെ, അത് രണ്ടും ഈക്വലാണ്. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയില്ലേ? അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ OTP ഈക്വൽസ് ആംഗിൾ TMP. ടു ആംഗിൾസ് ഈക്വലായി. 1 ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ആംഗിൾ OPT ഈക്വൽസ് ആംഗിൾ TPM. ആംഗിൾ OPT ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും ആംഗിൾ TPM ആംഗിൾ TPM ആർ ഈക്വൽ. കോമൺ ആംഗിൾ. അപ്പോൾ ടു ആംഗിൾസ് ആർ ഈക്വൽ ആണ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദെയർഫോർ തേർഡ് ആംഗിൾ POT ഈക്വൽസ് തേർഡ് ആംഗിൾ PTM. 3 ആംഗിൾസ് ഈക്വലായി. വൈ? ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലേ? ആംഗിൾ സം പ്രോപ്പർട്ടി. സമ്മ് 90 ഡിഗ്രി കിട്ടണമല്ലോ. അപ്പോൾ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾ ഈസ് ഓൾസോ ഈക്വൽ ആയിരിക്കണം. ഓക്കെ. ഇനി സോ വി ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ POT ആൻഡ് ട്രയാങ്കിൾ PTM have their corresponding angles equal. അങ്ങനെ പ്രൂവ് ചെയ്യാം. have their corresponding angles equal. Okay. Prove that the line segment joining two parallel tangents. Line segment joining എന്ന് പറയുമ്പോൾ ഇതാണ് line segment joining two parallel tangent അല്ലെങ്കിൽ
പ്രൂവ് ദാറ്റ് ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിൻറ്റ്സ് ഓഫ് കോൺടാക്റ്റ് ഓഫ് ടു പാരലൽ ടാൻജൻസ്. ടു പാരലൽ ടാൻജൻസിൻ്റെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ജോയിൻ ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ഈസ് എ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഇത് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. എ ബി ഈസ് ഡയമീറ്റർ എന്ന് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് എ ബി ഈസ് ഡയമീറ്റർ പ്രൂവ് ചെയ്യേണ്ടത്. പാരലൽ ടാൻജൻസ് ആണ്. ആ പാരലൽ ടാൻജൻസിൻ്റെ ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്യുന്ന എ ബി എന്ന് പറയുന്ന ആ ലൈൻ സെഗ്മെൻറ്റ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണം. അപ്പോൾ കൺസ്ട്രക്ഷൻ എഴുതിയിട്ട് കൺസ്ട്രക്ഷൻ ഡ്രോ ഒ സി പാരലൽ പി ക്യു. പി ക്യുവിന് പാരലായിട്ട് നമ്മൾ ഒ സി സെൻറ്റർ ഒ ആണ്. അപ്പോൾ ഒ സി നമ്മളിങ്ങനെ വരച്ചു. ഒ സി വരച്ചു. നമ്മളിപ്പോൾ ഡ്രോ ചെയ്താണ്. ഒ സി വരച്ചു. ഓക്കെ ഒ സി. ഇനി ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് പി ക്യു പാരലൽ ഒ സി. പി ക്യു പാരലൽ ഒ സി. പി ക്യു പാരലൽ ഒ സി. വൈ പി ക്യു പാരലൽ ഒ സി പാരലായിട്ടാണല്ലോ നമ്മൾ വരച്ചത്. അപ്പം പി ക്യു പാരലൽ ഒ സി ആൻഡ് ട്രാൻസ്വേഴ്സൽ എയോ ട്രാൻസ്വേഴ്സൽ. പി ക്യു പാരലൽ ഒ സി ആൻഡ് എ ട്രാൻസ്വേഴ്സൽ എയോ intersects the ഈ പി ക്യു പാരലൽ സി ഒ ആണ് ഈ ട്രാൻസ്വേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ലൈൻസ്, ടു ആംഗിൾസ്, ദി സം ഓഫ് ടു ആംഗിൾസ് ഈസ് 180 എന്ന് നമുക്ക് പറയാം. ദെയർഫോർ ആംഗിൾ പി എ ഒ പ്ലസ് ആംഗിൾ സി ഒ എ, ആംഗിൾ പി എ ഒ പ്ലസ് ആംഗിൾ സി ഒ എ, അതിന് സം എന്ന് പറയുന്നത് 180 ആണ്. വൈ? പാരലൈൻസ് ആണ്. ഈ കോഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ. ദി സം ഓഫ് ദി കോൺസെക്യൂട്ടീവ് ഇൻറ്റീരിയർ, കോഇൻറ്റീരിയർ എന്ന് പറയും, ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ഈസ് 180. ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള ഈ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി 9th പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദെൻ സം ഓഫ് ദീസ് ആംഗിൾസ് ഈസ് 180. ഓക്കെ, 180 ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി പി എ ഒ, ആംഗിൾ പി എ ഒ ഈസ് 90 ഡിഗ്രി അല്ലേ. ആംഗിൾ പി എ ഒയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? 90 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഒ എ. ആംഗിൾ സി ഒ എ ഈക്വൽസ് 180 എന്നാക്കാം ഈക്വേഷൻ. പി എ ഒയ്ക്ക് 90 ഡിഗ്രി എന്ന് പറയും. പി എ ഒ 90 ഡിഗ്രിയാണ്. വൈ? ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ് അല്ലേ. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ് ഈസ് 90 ഡിഗ്രി. അത് ഓൾറെഡി നമുക്കറിയാം അല്ലേ. then we can say that angle COA equals 180 minus 90 equals 90 degree. Angle COA 90 degree ആണ്. അപ്പോൾ ആംഗിൾ COA 90 ഡിഗ്രി ആണ്. ആംഗിൾ PAO 90 ഡിഗ്രി ആണ്. ഓക്കെ, സിമിലർലി we can prove that സിമിലർലി നമുക്ക് ആംഗിൾ COB ഓൾസോ 90 ഡിഗ്രി എന്ന് പറയാം. ആംഗിൾ COB ഇതുപോലെ തന്നെ 90 ഡിഗ്രി എന്ന് പറയും.
ഇത് നമുക്ക് ആഡ് ചെയ്യാം, അതുകൊണ്ട് ആഡ് ചെയ്യാം. ആംഗിൾ, ഈ 2 ആംഗിൾസ് ആഡ് ചെയ്യാം. ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ സി ഒ ബി. സി ഒ എ 90 ഡിഗ്രി, സി ഒ ബി 90 ഡിഗ്രി ഈക്വൽസ് 180. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180. ഈ ആംഗിളും കൂടെ 180. ഈ ലൈനിലെ ആംഗിളല്ലേ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ, ഈ 2 ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ആകുമ്പോൾ ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും. ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും അല്ലേ. വി ക്യാൻ സേ ദാറ്റ് എ ബി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. എ ബി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. എ ബി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദി സെൻറ്റർ ആണല്ലേ. സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദി സെൻറ്റർ. ത്രൂ ദി സെൻറ്ററോ ലിനിയർ പെയർ ആയതുകൊണ്ട് ലീനിയർ പേസ് അല്ലേ. ഈ 2 ആംഗിൾസ് ലീനിയർ പെയർ ആണെങ്കിൽ ഈ ലൈൻ ഒരു ലൈനായിരിക്കും, ഇതൊരു ലൈനായിരിക്കും. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദിസ് ലൈൻ പാസസ് ത്രൂ സെൻറ്ററോ. സെൻറ്ററോയിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് എന്താണ്? ഡയമീറ്റർ ആണ്. എ ബി ഈസ് ഡയമീറ്റർ. എ ബി ഈസ് ഡയമീറ്റർ. എ ബി ഈസ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. ഓക്കെ, അങ്ങനെ പ്രൂവ് ചെയ്തു. ഉണ്ടാവും.